ഉണ്ടാക്കാൻ പോകുന്നത് പാവക്കത്തീയലാണ്. പിന്നെ പാവക്കത്തീയൽ ചെറിയ പാവക്ക, തെക്കോട്ടെല്ലാം പാവക്കാന്ന് പറയും, നമ്മളെ നാട്ടിൽ കൈപ്പക്കാന്ന് പറയും, നമ്മളെ തലശ്ശേരി കണ്ണൂർ കൈപ്പക്കാന്ന് പറയും. അപ്പോൾ ഇതിങ്ങനെ അപ്പോൾ അതിങ്ങനെ ചെറുങ്ങനെ ചില ആൾക്ക് അധികം ആളും കയ്പ്പൊക്കെ കഴിക്കൂല, പക്ഷെ ഇങ്ങനെ പാവക്കത്തീയൽ വെച്ചാൽ കഴിക്കേ ഇല്ല. ഇന്ന് വെച്ചിട്ട് നാളെ കഴിക്കുമ്പോൾ അതിലും ടേസ്റ്റ് ആയിരിക്കും. കയ്പ്പൊക്കെ വെച്ചിട്ടുള്ള ഒന്നും തിരിയില്ല, അത്രയും നല്ല ടേസ്റ്റും ഒരു കയ്പോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതേപോലെ തന്നെ വെക്കണം. അപ്പം ഹിന്ദിയിൽ കരേള എന്ന് പറയും, ഹിന്ദീസ് കരേള, ഹിന്ദിയിൽ കരേള. മലയാളത്തിൽ നമ്മളെ കണ്ണൂർ തലശ്ശേരിയിൽ കൈപ്പക്ക എന്ന് പറയും, കണ്ണൂർ തെക്കോട്ട് പാവക്ക എന്ന് പറയും അല്ലേ, പാവക്ക. അതിങ്ങനെ ചെറുങ്ങനെ മുറിച്ചിട്ട് നല്ലോണം കഴുകി നല്ല ടേസ്റ്റാണ് പാവക്ക. ഇത് കൂട്ടാത്ത ആൾ വരെ കൂട്ടും, എന്ന് വെച്ചാൽ ഒരു കയ്പോ ഇതോ ഒന്നുമില്ല. കയ്പൊക്കെ കറി വെച്ചിട്ട് കുട്ടികളായാലും ഒരു വക ആളൊന്നും കഴിക്കാത്ത ആളോട് പറയാണ്ട് തന്നെ കറി കൊടുത്തു കഴിഞ്ഞിട്ട് കൂട്ടുമ്പോൾ വെച്ച് പറഞ്ഞാൽ മതി. ഇത് അന്നേരം കയ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത്രയും ടേസ്റ്റാണ് ഇത് അല്ലേ. ഇതറിയേയില്ല, എന്ന് വെച്ചാൽ കയ്പൊക്കെ ശരീരത്തിന് നല്ലതാന്ന് പോരാത്തത്. അതെ, ഇത് വറുത്താലും കഴിക്കൂല ഒരു വക ആൾക്കാർ, കഴിക്കുന്ന ആളുണ്ട്, ഒരുപാട് ആൾ നല്ല കഴിക്കും. പക്ഷേ എങ്കിൽ ചില ആൾക്ക് കയ്പ് എന്ന് പറയുമ്പോൾ കയ്പക്ക എന്ന് പറയുമ്പോൾ ചില ആൾ ഈന്ന് പറയും. പാവക്ക കഴുകി ഇതിൽ ചെറിയ പാത്രത്തിലിടാം. ആവശ്യം കുറച്ച് വെള്ളം വെച്ച് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു ഗ്ലാസ്സിന് പകുതി. ഇനി മഞ്ഞൾ ഇട്ട് കൊടുക്കുക, ഒരു അല്പം മഞ്ഞൾ കൊടുക്കുക, കുറച്ച് ഉപ്പും. അങ്ങനെ കയ്പക്ക ചെറുതായി മുറിച്ചിട്ട് ലേശം മഞ്ഞളും ഉപ്പും ഇട്ട് ഒരു അര ഗ്ലാസ് വെള്ളവും വെച്ച് നല്ലോണം വേവിക്കാൻ വെക്കണം. ഇത് നല്ലോണം വെന്തോട്ടെ. അപ്പോഴത്തെ നമുക്ക് ഒരു തേങ്ങ ആയിട്ടുണ്ട്. തേങ്ങ ഒരു മുറിയൊന്നും വേണ്ട, ചെറിയൊരു പാവക്കയാണല്ല, ഇതിൻ്റെ നേരെ പകുതി തേങ്ങ ഉപയോഗിക്കും. പക്ഷേ വറക്കുമ്പോൾ ഒന്ന് കൂടുതൽ വറുത്തിട്ട് കുറച്ച് അവിടെ എടുത്ത് വെക്കാമെന്നുള്ള ഒരു ഇതിൽ എടുത്തതാണ്. പകുതി തേങ്ങ ഇത് വറക്കാൻ ഒന്ന് വെച്ച് ഒരു ചെറിയ ഉള്ളിയും നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഒരു 3-4 വെളുത്തുള്ളിയും ഉണ്ട് ഇതിൻ്റെ കൂടെ, തേങ്ങേൻ്റെ കൂടെ വറക്കാൻ 3-4 ചുള വെളുത്തുള്ളി, ഒരു വലിയ ഉള്ളി, അങ്ങനെ നല്ല 10 ചുള വെളുത്തുള്ളി ഞാൻ ഇതുണ്ട് ഇടുന്നു. തേങ്ങ വറക്കുന്നില്ല. പിന്നെ ഈ ഒരു ഉള്ളി നമുക്ക് ചെറുങ്ങനെ അരിഞ്ഞിട്ട് ഇടാം. ഇത് തേങ്ങൻ്റെ അകത്തിടാം. കുറച്ച് കരിയാപ്പില, ഇത് ജീര, ഒരു ചെറിയൊരു ഇങ്ങനത്തെ ഒരു സ്പൂൺ ജീരകം, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ഒരു സ്പൂൺ കുരുമുളക്. ഇതൊന്ന് വറുത്തെടുക്കാം, നല്ല അടിപൊളിയായി വറുത്തെടുക്കാം നമുക്ക്. ഈ തേങ്ങയെല്ലാം ഞാനൊരു പകുതി തേങ്ങേൻ്റെ എടുക്കും, പകുതി തേങ്ങ അരച്ചവിടെ വെക്കും. എന്തെങ്കിലും കറി വെക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് വറുത്ത് വെക്കുന്നത്.
തേങ്ങയെല്ലാം നല്ലോണം വറുത്ത് നല്ല അടിപൊളിയായി നല്ല വറുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മല്ലി മുഴുവനുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് മല്ലി ഇടാം. ഞാൻ അതിൻ്റെ കൂടെ ഇടുന്നില്ല. മുളക് പൊടിയോ ഇതുപോലെ കായ് മുളകുണ്ട് അതും ഇടാം. ഞാൻ ഇതിൻ്റെ അപ്പുറം ഇടുന്നില്ല. വെറും തേങ്ങയും ഇത് മാത്രം. മല്ലി ഇതെല്ലാം ഞാൻ വേറെ തന്നെ കറി വെക്കുമ്പോൾ അത് ഞാൻ കാണിക്കാം. നല്ല സ്മെല്ല് വരും. ഈ തേങ്ങ വറക്കുമ്പോൾ നല്ല സ്മെല്ല് വരുമല്ലോ, നല്ല അടിപൊളി. ചില സ്ഥലത്ത് തേങ്ങ ഓൻ്റെ മണം കേൾക്കുമ്പോൾ എല്ലാവരും ആടെ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ കുട്ടിയിലെല്ലാം സാമ്പാർ അല്ലെങ്കിൽ ചിക്കൻ കറി എന്ന് പറയും. മുട്ടക്കറി ചിക്കൻ കറിയോ അതിനല്ലേ വറുത്തരക്കുന്നത്. ചിലയാൾക്ക് തേങ്ങ ഇല്ലാണ്ട് ഒരു കറിയോ അറിയില്ല. അങ്ങനെ നല്ലോണം വറുത്ത് ഓഫാക്കാം. നന്നായി ഒന്ന് വറുത്താലേ ഒരു രസം ഉണ്ടാവും. കറി നല്ല കറി കാണാനും നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഭംഗിയായിരിക്കും. ഇന്ന് കഴിക്കുന്നതിനെക്കാട്ടി നല്ല തണുത്തിട്ട് പിറ്റേന്ന് കഴിക്കുന്ന അതിൻ്റെ രസം ഭയങ്കര ടേസ്റ്റായിരിക്കും. കൈപ്പത്തിയാന്ന് പറയേയില്ല. ഇനി തണിഞ്ഞ് കഴിഞ്ഞാൽ അരക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി റെഡിയാക്കാം. ബാക്കി ഇതാ ഒരു കഷ്ണം ഇഞ്ചി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഉള്ളി, 2 കുഞ്ഞി ഉള്ളി ആയതുകൊണ്ട് 2 ഉള്ളി എടുത്തിന്. വലുതാണെങ്കിൽ 1 ഉള്ളി മതി. ഈ ഒരു വലിയ തക്കാളി, ചെറിയ തക്കാളി. ഇതിൻ്റെ ഒരു ഇത്ര ഭാഗം അങ്ങ് കുറച്ച് ഇതായിട്ട് കേടല്ല, ഒരു കളറ് മോശമായ ഒരു അടിഞ്ഞ പോലെ അതുകൊണ്ട് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു വലിയൊരു തക്കാളി. ഒന്നും ആയിട്ടില്ല. എന്നാലും പുറമേ കാണുമ്പോൾ ഒരു ഇതില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പുറമേ അങ്ങ് കളയുന്നുണ്ട്. കുഴപ്പമില്ല. അതുകൊണ്ടാണ്. അങ്ങനെ ഈ ഒരു കുഞ്ഞു തക്കാളിയും ഈ ഒരു വലിയ തക്കാളി അങ്ങനെ ഇത് നമുക്ക് വറുക്കാം, കട്ട് ചെയ്ത് ഇടാം. അപ്പോഴത്തെ അത് തണിഞ്ഞ് കഴിഞ്ഞാൽ അരക്കാൻ പറ്റും. ഞാനിങ്ങനെയാണ് മുറിക്കുന്നത്. അത് നിങ്ങളെ ഇഷ്ടത്തിന് നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ മുറിക്കാം, അല്ലെങ്കിൽ വീതിയിൽ മുറിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടം പോലെ. 2 വിധം വേണമെങ്കിൽ നിങ്ങളെ ഇഷ്ടം പോലെ മുറിക്കാം. അതായത് ഉള്ളിയെല്ലാം ഓരോരുത്തർ ഇഷ്ടം പോലെ മുറിക്കുന്നതാണ്. ഇനി കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിലിടണം. പുളിയാന്നുള്ള ഇതിന് മെയിനായിട്ട് വേണ്ട. തക്കാളി ഇങ്ങനെയാണ് തക്കാളി മുറിക്കേണ്ടത്. സൂപ്പർ. തക്കാളി വലുത് ഒന്ന് മതിയായി. ഇത് വേണ്ട, നല്ല മുറിച്ചെല്ലാം നല്ല ഇതുണ്ട്. ഒന്ന് മതി. ഒരു വലിയ തക്കാളി മതി, അധികം വേണ്ട. അതെ, ഞാൻ ഈ ചെറുതിട്ടിട്ടില്ല. വലുതാണ്, അതുകൊണ്ട് ചെറുതിട്ടിട്ടില്ല. ഇതെടുത്ത് അപ്പം ചെറിയൊരു കൈപ്പൊക്കെയാണ്. തക്കാളി ആവശ്യത്തിന് മതി. ആവശ്യത്തിനെടുത്ത് ശേഷം അതിൻ്റെ മേലെ കേട് ഒരുപാട് വന്നില്ല. ഒരുപാട് കേടല്ല, അതിൻ്റെ ഒരു നിറം വ്യത്യാസം തോലിന് വന്നുകൊണ്ട് അത് വീണയായി ഇങ്ങനെയായിട്ടും വന്നത്. അതുകൊണ്ട് അത് ചാടി. പിന്നെ നമുക്ക് നാരങ്ങ വലിപ്പിൽ കുറച്ച് പുളി ഒത്ത് വെക്കാം. നാരങ്ങ ഇതാ ഈ ഒരു ഇതിൽ പുളി എടുക്കാം. ഉരുളി വെച്ചു. ചെറിയ ഒന്ന് ചൂടാവട്ടെ. ചൂടായി എണ്ണ വയ്ക്കാം. ഒരു 3 പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ മുറിക്കുന്നുണ്ട്. 3 പച്ചമുളക്. ചൂടാവട്ടെ. എണ്ണ പാരം കുറച്ച് കടുക് പൊട്ടാനായിട്ട് എണ്ണ പാരം.
എണ്ണ പൊട്ടിക്കാം. എണ്ണ ചൂടായി ചട്ടി പൊട്ടിക്കാം. അങ്ങനെയാ പറയുന്നത്. പൊട്ടിക്കോളൂ. എണ്ണ ചൂടായി നമുക്കൊരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകെല്ലാം ഇട്ടു. കറിയാപ്പില. ഉള്ളിയും പച്ചമുളകും കറിയാപ്പില എല്ലാം ഇട്ടാട്ടോ. ഉപ്പിട്ട് കൊടുത്ത് വായിക്കുക. ആവശ്യമുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടത്തില്ലാത്ത എരിവ് വേണം. ഇതിനകത്ത് എരിവല്ല വറക്കുന്നതിനകത്ത് കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇതിനകത്തൊരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കും. അത് ആവശ്യമുള്ള ആൾക്കാർക്ക് എരിവ് വേണമെന്ന ആൾക്കാർക്ക് എരിവിനനുസരിച്ചിടാം. മുളക് പൊടിൻ്റെയും മല്ലിപ്പൊടിൻ്റെ എല്ലാം പച്ച ചുവ മാറുന്നതിലൊന്ന് നമുക്ക് വറുത്ത് വെച്ച കൈപ്പക്ക വേവിച്ച് വെച്ച വേവിച്ച് വെച്ച കൈപ്പക്ക ഞാൻ വറുത്ത അരച്ച തേങ്ങയാന്ന് വിചാരിച്ചു. വെള്ളം പോക്കിയിട്ടില്ല. കൈപ്പക്കൻ്റെ എല്ലാ സത്തും അതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് പോക്കിയും വേണ്ട. ഇങ്ങനെ വെച്ചാൽ നല്ല ഇതിൻ്റെ അകത്ത് പുളിവെള്ളം ഒഴിക്കാം. ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചത്. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട്. പുളിയും ഇട്ട് ഇനി പുളി വെള്ളത്തിൽ ഇത് നല്ലോണം വേവിക്കുക. അല്ല പുളിയും മസാലയെല്ലാം കൂടിയ വെള്ളത്തിൽ നല്ലോണം ഇത് നന്നായി കൈപ്പക്കെല്ലാം പിടിച്ചോട്ടെ. നല്ലോണം ആവശ്യം നമുക്ക് മൂടിയോട് നോക്കാം. വെള്ളമെല്ലാം നല്ലോണം വറ്റി നല്ല ഉണ്ട്. ഇനി നമുക്കിതിൽ അരച്ച് വെച്ച വറുത്തരച്ചത് തേങ്ങ ഇങ്ങനെ തേങ്ങേൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ. ആ വറുത്ത് വെച്ചതിൻ്റെ പകുതി ഒരു മുറിച്ച് ആവശ്യത്തിന് നമുക്ക് ഇനി വെള്ളം ചേർക്കാം.
ആവശ്യത്തിന് വെള്ളം എല്ലാം ഒഴിച്ച് ഇനി നല്ലോണം തിളക്കാം. തിളക്കട്ടെ. കറിയൊന്ന് നോക്കാം. സൂപ്പറായി കറിയെല്ലാം നല്ല വറ്റിക്കഴിഞ്ഞ് നല്ല അടിപൊളി. കരിയാമ്പിലെല്ലാം നമ്മൾ മുമ്പേ ഇട്ടിന്, ഇനിയും വേണമെങ്കിൽ കരിയാമ്പില ഇടാം. കരിയാമ്പില തീർന്നു പോയി, അപ്പോൾ കരിയാമ്പില ഇട്ടിന് അരക്കുമ്പോൾ ഇട്ടിന്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിച്ചപ്പ് വേണമെങ്കിൽ അതിൻ്റെ മേലെ ഇടാം, ഇഷ്ടമുള്ള ആളല്ലേ. കരിയാമ്പില വേണമെങ്കിൽ എന്നും ഇടാം. സൂപ്പറായിട്ടുണ്ട്. ഇതിൻ്റെ മണമെല്ലാം നല്ല അടിപൊളി. കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ ഉപ്പിടണം. ഒരു നുള്ളും കൂടി ഉപ്പിട്ട്. ഇപ്പോഴല്ല ഇതിൻ്റെ ടേസ്റ്റ്, ഇത് തണിഞ്ഞാലാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ്. അടിപൊളിയായിരിക്കും. പാവയ്ക്കാന്ന് തിരിയേയില്ല. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളെ മീൻ കറീൻ്റെ എല്ലാം ഇതേപോലെ എണ്ണ പോലെ ഇങ്ങനെ വരും. അന്നേരം വെന്ത് നല്ല അടിപൊളി ടേസ്റ്റ്. ഇനി ഓഫാക്കാം ഗ്യാസ്. മല്ലിച്ചപ്പ് വേണമെങ്കിൽ മല്ലിച്ചപ്പിട. അടിപൊളിയായി, നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പാവക്ക തീയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ഇതുവരെ എത്തിച്ച ആൾക്കാർക്കും എല്ലാവരും